അവരെ അതിപരിശ്രമമായി നാം വാഴ്ത്തപ്പെട്ടത് ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗമാക്കുന്നു. മത്തായി എഴുതിയ ശേഷം 5-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. വളരെ സുപരിചിതമായതും ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുള്ളതും വായിക്കുകയും കാണാപ്പാടമായിട്ട് പഠിച്ചു വച്ചിരിക്കുന്നതുമായ ഈ അനുഗ്രഹിക്കപ്പെട്ട വചനം ഹല്ലേലൂയ. എന്താണ്? സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ അല്ലേ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. എത്ര യാഥാർത്ഥ്യം അല്ലേ? പ്രൈസലോ. സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും, സമാധാനം നഷ്ടപ്പെടുന്നവരാകരുത്. ഹല്ലേലൂയ. അപ്പം ദൈവത്തിൽ നിന്നും സമാധാനം പ്രാപിക്കുന്ന നിങ്ങൾ സമാധാനം മറ്റുള്ളവരിലേക്ക് പകരണം. പ്രൈസലോ. ദൈവസമാധാനം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിലേ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനത്തെ പകരാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ സമാധാനമുള്ളവരായി ശോഭിക്കണം. എല്ലാ മേഖലയിലും രക്തം ചെയ്യും. നിങ്ങളെ കൊണ്ട് അപവാദി കുറ്റം പറയാതിരിക്കാൻ, നിങ്ങളെ കൊണ്ട് മറ്റുള്ളവർ ദൂഷണം പറയാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ ജീവിതം സമാധാനത്തിന്റെ അന്തരീക്ഷത്തിലായിരിക്കണം. രക്തം ചെയ്യാം. അപ്പൊ സമാധാനപ്രഭുവായിരിക്കുന്ന കർത്താവിനെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങൾ എന്നും ക്ഷണിച്ചു വരുത്തണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട് നമ്മുടെ ദൈവം സമാധാനപ്രഭുവാണെന്ന്. അപ്പൊ സമാധാനപ്രഭുവായ കർത്താവ് നമ്മുടെ കുടുംബത്തിനകത്തുണ്ടെങ്കിൽ, നമ്മുടെ ആത്മജീവിതത്തിനകത്തുണ്ടെങ്കിൽ നാം സമാധാനത്തിന്റെ അനുഭവത്തിലായിരിക്കും ജീവിക്കുന്നത്. ഹല്ലേലൂയ. മാത്രമല്ല, ദൂഷണം പറഞ്ഞ് നമ്മൾ സമാധാനത്തെ കെടുത്തിക്കളയരുത്. മറ്റുള്ളവരുടെ ദൂഷണങ്ങളും പരദൂഷണങ്ങളും മറ്റുള്ളവരെ കുറിച്ച് പരിഹാസങ്ങളും പറഞ്ഞ് അവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് അല്ലെങ്കിൽ നമ്മൾ സമാധാനം കെടുത്തിക്കളയുന്നവരാകരുത്. ഹല്ലേലൂയ. അപ്പം കുടുംബങ്ങളെ അല്ലെങ്കിൽ സമാധാനത്തിലേക്ക് നയിക്കണം. ഭാര്യ, ഭർത്താവ്, കുടുംബം എന്ന് പറയുന്ന അപ്പനമ്മമാർ, മക്കൾ, ആ കുടുംബം സമാധാനമുള്ള കുടുംബമായിട്ട് പണിതുകൊണ്ടിരിക്കണം. രക്തം ചെയ്യണം. ഹല്ലേലൂയ. സമാധാനം നഷ്ടപ്പെട്ട ധാരാളം കുടുംബങ്ങളുണ്ട്. സമാധാനം നഷ്ടപ്പെട്ട ധാരാളം സഭകളുണ്ട്. സമാധാനമില്ലാത്ത ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഭരണ സംവിധാനങ്ങൾക്കകത്ത് സമാധാനമില്ല, മതങ്ങൾക്കകത്ത് സമാധാനമില്ല. മനുഷ്യർ പരസ്പരം സമാധാനമില്ലാതെ സമാധാനം കെടുത്തി കലഹിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് സമാധാനമില്ലാത്ത ധാരാളം കുടുംബങ്ങളും സഭകളും ഉണ്ട്. സമാധാനത്തെ തകർക്കാൻ വേണ്ടി സാത്താൻ പല തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടിരിക്കും. എല്ലാ മേഖലയിലും പ്രശ്നമുണ്ടെത്തിന് സമാധാനത്തെ കെടുത്തി കളയുവാൻ. ഹല്ലേലൂയ. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് സമാധാനത്തോടെ ജീവിക്കണം. പുരോഹിതന്മാർ തമ്മിൽ സമാധാനമില്ല, ഇടയന്മാർ തമ്മിൽ സമാധാനമില്ല, വിശ്വാസികൾ തമ്മിൽ സമാധാനമില്ല. എവിടെ നോക്കിയാലും ഇടർച്ചകളാണ്. ഹല്ലേലൂയ. കാരണം ദൈവമക്കൾക്കും ദൈവസഭയ്ക്കും വിരോധമായി സാത്താൻ എപ്പോഴും തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കും. സന്തോഷത്തോടു കൂടി കടന്നു പോകുന്ന കുടുംബത്തെ ആയിരുന്നാലും സഭയായാലും തകർക്കാൻ വേണ്ടി പിശാച് എന്ന് പറയുന്ന ദുഷ്ടൻ ആ കുടുംബത്തിനകത്തായ സഭയിലായിരുന്നാലും അവിടെ ജീവിതത്തിലായിരുന്നാലും സമാധാനത്തെ നശിപ്പിക്കാൻ നോക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് സമാധാനത്തിന് വിരോധമായി സംസാരിക്കുന്ന അന്ധകാരത്തിന്റെ വ്യാപാരങ്ങളെ ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞിട്ട് കുടുംബങ്ങൾക്കകത്ത് കലഹം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രേഷ്ഠമായി ജീവിക്കണം. ഞാൻ എല്ലാ ദിവസവും പറഞ്ഞു, ഈ കാലഘട്ടത്തിലെ മദ്യപാനം, മയക്കും, ലഹരിയാണ് കുടുംബത്തിന്റെ സമാധാനം കെടുത്തി കളയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ ഇന്നലെ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് സ്വന്തം മകൻ മേടിച്ചുകൊണ്ട് ബ്രാൻഡിക്കുപ്പി പൊട്ടിച്ച് അമ്മയുടെ കഴുത്തറുത്ത് കൊന്നു. സമാധാനം നഷ്ടപ്പെടുത്തിയില്ല, സാത്താനാണ് പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ സമാധാനം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, അത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. പ്രൈസലോ. സമാധാനം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് വരുന്ന ദൈവത്തിന്റെ അതിശ്രേഷ്ഠമായ സ്വഭാവങ്ങളില്, അതും ആത്മാവിന്റെ ഫലങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് സമാധാനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാത്തതിന്റെ കാരണം, നിന്റെ കുടുംബം ശരിയായ നിലയിൽ പോകാത്തതിന്റെ കാരണം, നിനക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്തത്, സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാത്ത, നീ ചെയ്യുന്നതെല്ലാം തകരുന്നത് നിന്റെ ഉള്ളിലെ സമാധാനം നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് പഠിക്കുമ്പോൾ നമ്മുടെ സഹോദരിമാരൊക്കെ അയൽ വീടുകൾ തോറും അല്ലെങ്കിൽ കടന്നു പോകും. അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോ വീടുകളിലേക്ക് കൂട്ടം കൂടി വന്നിരുന്ന അയൽവാസികൾ കുറ്റം പറഞ്ഞ്, പരിഹാസം പറഞ്ഞ്, പരദൂഷണം പറഞ്ഞ് സമാധാനത്തെ കെടുത്തിക്കളയും. അങ്ങനെ ഒരുപാട് ആളുകൾ, അനവധി കുടുംബങ്ങളെ തകർത്ത് കളയുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഈ താമസിക്കുന്ന ദേശത്ത് ചില കുടുംബങ്ങളെ കുറിച്ച് ഭയങ്കര പേരാ.
എവിടെ ചെന്നാലും പറയും, അയ്യോ ആ വീട്ടിലാണോ, ആ വീട്ടുകാരെ നിങ്ങൾക്ക് അറിയാമോ? അല്ലേലിയ. എന്താണ് അവർ ഒരുപാട് പേരുടെ സമാധാനം കെടുത്തി കളഞ്ഞിട്ടുള്ളവരാണ്. അല്ലേലിയ. അങ്ങനെയൊക്കെ പലരെ കുറിച്ചും ഓരോ നാട്ടിലെ അഭിപ്രായമുണ്ട്. നിങ്ങളെക്കുറിച്ച് അങ്ങനെ അഭിപ്രായം വരരുത് കേട്ടോ. അല്ലേലിയ. ഇവിടെ അല്ലെങ്കിൽ ദൈവിക സമാധാനം പ്രാപിച്ച നിങ്ങൾ, യഥാർത്ഥത്തിൽ ദൈവിക സമാധാനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തകർന്നു കിടക്കുന്ന കുടുംബങ്ങളെ സമാധാനത്തിലേക്ക് കൊണ്ടുവരണം. രക്തം ചെയ്യും. സമാധാനം നഷ്ടപ്പെട്ട് കിടക്കുന്ന വ്യക്തികൾ എവിടെയാണോ, സമാധാനം നഷ്ടപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങൾ എവിടെയാണോ, അവിടുത്തെ സമാധാനത്തെ നാം വീണ്ടും കെടുത്തിക്കളയാതെ അങ്ങനെയുള്ളവരെ സമാധാനത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നതാണ് നമ്മുടെ ഉള്ളിൽ ദൈവം തരുന്ന ദൈവിക സമാധാനം. അല്ലേലിയ. എരിയുന്ന തീയിലേക്ക് എണ്ണ കോരി ഒഴിച്ച് വീണ്ടും ആളി കത്തിക്കുവാനല്ല ശ്രമിക്കേണ്ടത്. എരിയുന്ന തീയെ അണയ്ക്കുവാൻ കഴിയണം. ചില കുടുംബങ്ങളൊക്കെ എരിയുന്ന തീ പോലെ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, കണ്ണുനീരിന്റെ നടുവിലൂടെ ഒരു രാത്രി പോലും ഉറങ്ങുവാൻ കഴിയാതെ കിടക്കുന്നവരുണ്ട്. പ്രൈസലോട്. അല്ലേലിയ. രക്തം ചെയ്യും. നമുക്കറിയാം, ചിലരൊക്കെ പറഞ്ഞിട്ട് പാസ്റ്റർ രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല, 1 മണിക്കൂർ പോലും ഉറങ്ങാൻ പറ്റില്ല, കാരണം മനസ്സിനകത്തൊരു സമാധാനമില്ല. ഒരുപാട് ദുർസ്വപ്നങ്ങളും ദുർചിന്തകളും ദുർവിചാരങ്ങളും ഒക്കെ മനസ്സിൽ കടന്നുകൂടി രാത്രികാലങ്ങളിൽ ഞെട്ടി ഉണരുന്ന അനുഭവങ്ങൾ, രാത്രികാലങ്ങളിൽ കിടന്ന് സംസാരിക്കുന്ന അനുഭവങ്ങൾ, രാത്രികാലങ്ങളിൽ അലമുറയിട്ട് കലറി വിളിച്ച് എഴുന്നേൽക്കുന്ന അനുഭവങ്ങൾ, കണ്ണടച്ചു കഴിഞ്ഞാൽ മനസ്സിനെ, ഹൃദയത്തെ ഭയപ്പെടുന്ന ചിന്തകൾ, അങ്ങനെ കിടന്നുറങ്ങാൻ കഴിയുന്നില്ല, സമാധാനമില്ല എന്ന് പറയുന്ന അനവധി ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൈസലോ. അതൊക്കെ ഒരു ബന്ധനമാകട്ടോ. അതൊക്കെ ഒരു ബന്ധനം, സാത്താന്റെ ഒരു ബന്ധനം. നിന്റെ ഉറക്കം കെടുത്തിക്കളയും. നിന്റെ ഉറക്കം കെടുത്തിക്കളഞ്ഞ്, നിന്റെ സമാധാനം കെടുത്തിക്കളഞ്ഞ്, നിന്നെ ഒരു രോഗിയാക്കി മാറ്റുവാൻ പിശാച് പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ആ തന്ത്രങ്ങളെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? നീ സമാധാനമുള്ളവനായി മാറണം. പ്രൈസലോ. നിന്റെ സമാധാനത്തെ കെടുത്തുവാൻ സാത്താൻ തന്ത്രങ്ങൾ കൊണ്ടുവരുമ്പോൾ, നിന്നെ കോപിപ്പിക്കുന്ന, നിനക്ക് ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകളും സംസാരങ്ങളും നിനക്കെതിരെ ശത്രു എഴുന്നേൽക്കുമ്പോൾ, നീ സമാധാനമുള്ളവളാണെങ്കിൽ നിനക്ക് ആ ശത്രുവിന്റെ തന്ത്രത്തെ ജയിക്കാൻ കഴിയും. രക്തം ചെയ്യും. നമുക്ക് പലപ്പോഴും സാത്താനെ ജയിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിത അരാജകത്വത്തിലേക്ക് പോകുന്നത്. അല്ലേറിയ. അപ്പൊ സമാധാനം നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കണം. സമാധാനമില്ലാതിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സമാധാനമില്ല, സന്തോഷമില്ല. ഭാര്യ ഭർത്താക്കൾ തമ്മിൽ പിരിഞ്ഞു നിൽക്കുന്ന അനവധി കുടുംബങ്ങളുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ അവരെ ചേർത്തൊരുമിപ്പിക്കാൻ കഴിയുന്നതാണ് സമാധാനം. അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ 2 കൂട്ടരുടെയും വിഷയം പഠിക്കണം. ഒരാളുടെ വിഷയം മാത്രം കേട്ടാൽ പോലെ, 2 പേരുടെയും വിഷയങ്ങൾ കേട്ടിട്ട് തെറ്റുകൾ മനസ്സിലാക്കി, അവരെ പറഞ്ഞ് മനസ്സിലാക്കി, അവരെ വീണ്ടും ആ ദൈവിക സമാധാനത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ഒരു ദൈവഭക്തന്റെ കടമയെന്ന് പറയുന്നത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ സമാധാനമില്ലാതിരിക്കുന്ന കുടുംബം എന്ന് പറഞ്ഞാൽ ഇരുളിൽ വസിക്കുന്ന കുടുംബങ്ങളാണ്. സമാധാനമില്ലെങ്കിൽ ആ കുടുംബത്തിനകത്ത് ഇരുളാ, അന്ധകാരം, ഭൂമി കൂരിട്ട് ജാതികളെ മൂടുന്നുവെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ, സമാധാനമില്ലെങ്കിൽ കുടുംബത്തിനകത്ത് അന്ധകാരം കൂരിലും വരും. പ്രൈസലോ. അങ്ങനെ അന്ധകാരം കൂരുകളും വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിനകത്ത് ഒരിക്കലും പ്രകാശം ഉണ്ടാകത്തില്ല. ഇരുളിന്റെ ശക്തികൾ വ്യാപരിക്കും. ഇരുളെന്ന് പറഞ്ഞ സാത്താന്റെ അധികാരത്തിലുള്ളതാണ്. അതുകൊണ്ട് അന്ധകാരത്തിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്നവരുടെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, രാജകീയ പുരോഹിതവർക്കും വിശുദ്ധ വംശ സ്വന്തം ജനപാതകൾ. അല്ലേറിയ. 1 പത്രോസ് 2:9 നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവവചനം കേൾക്കുന്ന ശ്രോതാവേ, നീ സമാധാനമുള്ളവനായിരിക്കണം. സമാധാനം ഉണ്ടാക്കുന്നവളായിരിക്കണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, ദൈവം നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ആത്മാവിന്റെ ഫലമായിരിക്കും സമാധാനമാണ്. കർത്താവ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആത്മാവിന്റെ ഫലമായിരിക്കും സമാധാനമാണ്. ഭാര്യ ഭവനത്തിനകത്ത് സമാധാനം കെടുത്തിക്കളയരുത്. ഭർത്താവ് ഭവനത്തിന് സമാധാനം കെടുത്തിക്കളയരുത്. ഹല്ലേലൂയ. തൊട്ടുന്നതിനെല്ലാം നമ്മൾ ശോഭിക്കരുത്. തൊടുന്നതിനെല്ലാം നമ്മൾ പരിഹസിക്കരുത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാൾ പോയി ഇങ്ങനെ സുവിശേഷം പങ്കുവെക്കും. എല്ലാ ദിവസവും ഒരുപാട് സുവിശേഷം പങ്കും. കാരണം അവരൊരു കർഷകരുടെ കടന്നു പോകുന്ന ഒരു സഹോദരിയ, ഒരുപാട് കണ്ണുനീരാണ്. അപ്പൊ അവര് ഒരു നല്ല സമാധാനമുള്ള ഒരു സ്ത്രീയാണ്. ഹല്ലേലൂയ. അപ്പൊ അവരുടെ പരാതി എന്താന്ന് ചോദിച്ചാൽ, അവരുടെ ഭർത്താവുമായിട്ട് ഒരു ശബ്ദം പോകാൻ പറ്റത്തില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ, ആരെ കണ്ടാലും പരിഹസിക്കും. വണ്ണമുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ നീ തീറ്റുന്നത് തീറ്റി കൊണ്ടാണ് അവരിത് സത്യകരിക്കുകയാണ്, അവിടെ ചെന്ന് കളിയാക്കും. അത് കേൾക്കുന്നവർക്ക് ഭയങ്കര വേദനയാ. പാസ്റ്ററേ, ഞാൻ ചേട്ടനോട് പറഞ്ഞാൽ കേൾക്കത്തില്ല,
ആരെ കണ്ടാലും വസ്ത്രം കണ്ടാൽ, അവരുടെ വസ്ത്രവിട്ടി കണ്ടാൽ, ആ നടപ്പ് കണ്ടാൽ, അവരുടെ രീതി കണ്ടാൽ അവരെ എപ്പോഴും കളിയാക്കി പരിഹസിക്കും. അത് മുഖാന്തരം എനിക്ക് സമാധാനമില്ലെന്ന്. അങ്ങനെയുള്ള ചില ആളുകളുണ്ട് കേട്ടോ, മറ്റുള്ളവരെ പരിഹസിക്കുന്ന, മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടുപിടിച്ച് സ്വന്തം തെറ്റുകൾ ജീവിതത്തിലുള്ളപ്പോൾ മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഓരോരുത്തരുടെ സമാധാനത്തെ കെടുത്തുന്ന സാത്താനാൽ നിറയപ്പെട്ട ചില വ്യക്തി ജീവിതങ്ങളുണ്ട്. ലേറിയ അപ്പൊ ഓരോരുത്തരും പല വിധത്തിലാണ് സങ്കടങ്ങൾ അനുഭവിക്കുന്നത്. രക്തം ചെയ്യും. ചിലർക്ക് സ്വന്തമായൊരു വീടില്ലാത്തതുകൊണ്ട് സമാധാനമില്ല, സ്വന്തമായിട്ടൊരു ജോലി ഇല്ലാത്തതുകൊണ്ട് സമാധാനമില്ല, ഭർത്താവിന്റെ മദ്യപാനം പോകാൻ സമാധാനമില്ല, മക്കളുടെ വഴിവിട്ട ജീവിതം പോകാൻ സമാധാനമില്ല, ലഹരിക്ക് അടിമകളായാലും മക്കളും ഭർത്താവും അവിടെ സമാധാനമില്ല, ഭാര്യയുടെ അവിഹിത ബന്ധം സമാധാനമില്ല, ഭർത്താവിന്റെ അവിഹിത ബന്ധം സമാധാനമില്ല, സഭയ്ക്കകത്തെ പോരുകൾ സമാധാനമില്ല, സഭയ്ക്കകത്തെ അധികാര സ്ഥാനങ്ങൾക്കൂടെ വടംവലി സമാധാനമില്ല. എല്ലാവരും ഇപ്പം ഞങ്ങളുടെ സഭകളെ സംബന്ധിച്ച് ചോദിച്ചാൽ ഞങ്ങളെ എല്ലാവരും വിശുദ്ധന്മാരെന്നാണ് വിളിക്കുന്നത്. വിശുദ്ധന്മാരെ ലഹരിയ ഞങ്ങളെല്ലാം വളരെ മാനസാന്തരപ്പെടുന്ന എല്ലാവരുടെയും ചിന്ത. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരാൾ വിശുദ്ധനായി മാറണം, ആ മനുഷ്യൻ സമാധാനമുള്ളവനായി മാറണം. അധികാരത്തിന്റെ ഭ്രമം നമ്മുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോകണം. ലേറിയ ഞാൻ നിങ്ങളോട് കാര്യം പറയാം, ഞാൻ ഒരു അധികാരം ഏറ്റെടുക്കത്ത ഒരു സ്ഥാനം എനിക്ക് വേണ്ട. ഞാൻ സാധാരണ ഒരു മനുഷ്യനായി നിൽക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. കാരണം ഇതൊക്കെ നമ്മൾ അധികാരത്തിന് വേണ്ടി അധികാരഭ്രമം നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഉടക്കേണ്ടി വരും. മറ്റൊരാളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങണ്ടല്ലോ. അപ്പൊ നമ്മുടെ സമാധാനത്തെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ താഴ്മ ധരിക്കണം. താഴ്മയോടെ ദൈവത്തിൽ നിന്ന് ആത്മാവിന്റെ ഫലമായിരിക്കുന്ന സമാധാനത്തെ കർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുമ്പോൾ അല്ലേലുയ ആ സമാധാനത്തെ കൊടുക്കണം. രക്തം ചെയ്യും. അല്ലേലുയ. അപ്പൊ നമ്മൾ സമാധാന പുരുഷനായിരിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ യേശു സമാധാന പുരുഷനായിരുന്നു. അല്ലേലുയ. യേശുവിന്റെ സമാധാനമാണ് ദൈവം നമുക്ക് തരുന്നത്. അല്ലേലുയ. ആ സമാധാനത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അല്ലേലുയ. ലോകത്തിന്റെ സമാധാനം എന്നൊക്കെ പറയുന്നത് താൽക്കാലികമാണ്. അല്ലേലുയ. ഈ ലോകത്തിന്റെ സമാധാനം എന്നൊക്കെ പറയും. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് മറ്റൊരു ഭാഗം പറയട്ടെ, ലോകം തരുന്ന സമാധാനം വെള്ളത്തിൽ ആണിയടിച്ചതുപോലെ. അല്ലേലിയ. നിങ്ങൾ ഒരു ആണിയെടുത്തൊരു ചുറ്റിയെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു കടലിലോ കായലിലോ അല്ലെങ്കിൽ പുഴയിലോ നദിയിലോ തോട്ടിലോ കുളത്തിലോ ചെന്നിട്ട് ആ പുഴയിലെ വെള്ളത്തിൽ ഈ ആണി നടിച്ചു നോക്കിക്കേ, അതവിടെ കാണത്തില്ല. അല്ലേ എന്ന് പറഞ്ഞല്ലോ ലോക സമാധാനം. വെള്ളത്തിൽ ആണിയടിക്കുന്നവന് ആ സമാധാനം പറയും, പിന്നെ സംഭവം അവിടെ കാണാനില്ല, അത് ആഴത്തിൽ മുങ്ങിപ്പോയെന്നേ. ലേരി അങ്ങനെ. പക്ഷെ ദൈവം തരുന്ന സമാധാനം അങ്ങനെ മുങ്ങിപ്പോകുന്നില്ല. ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നിലകൊള്ളുന്ന ആത്മാവിന്റെ ഫലം, അത് രക്തം ചെയ്യും. അല്ലേരി. ആത്മാവിന്റെ ഫലമായിരിക്കുന്ന സമാധാനം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഈ ലോകത്തിന്റെ അധികാരത്തിന് വേണ്ടി, ഈ ലോകത്തിന്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നീ ഓടത്തില്ല. ആത്മാവിന്റെ ഫലം ഇല്ലാത്തത് കൊണ്ടാണ് ശ്രോതാവി നീ പ്രശ്നം സൃഷ്ടിക്കുന്നത്. അല്ലേടി. ആത്മാവിന്റെ ഫലം ഇല്ലാത്തവനെ സങ്കട പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്. ആത്മാവിന്റെ ഫലം നിന്റെ ഉള്ളിൽ ഇല്ലാത്തതുകൊണ്ടാണ് നീ പ്രസ്ഥാനത്തിനകത്ത് നിന്നുകൊണ്ട് പ്രസ്ഥാനത്തിനകത്ത് ചേരുതിരുവരുത്തി പ്രസ്ഥാനത്തെ കളങ്കം വരുത്താൻ ശ്രമിക്കുന്നത്. നിന്റെ ഉള്ളിലെ ആത്മാവിന്റെ ഫലം നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. നീ ചെടിക്ക് മനുഷ്യനാ, പ്രാകൃതനാണ്. അല്ല, നിന്നെ കാണുമ്പോൾ തന്നെ അത് അറിയാം, നിന്റെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം നീ സമാധാനം കെടുത്തുന്നവനാണെന്ന്. അല്ലേരിയ. ഇവിടെ വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു അനവധി ആളുകളെ കാണാൻ കഴിയും. വഴക്കുണ്ടാക്കാൻ, പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന അനവധി ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അല്ലേരിയ. അങ്ങനെ വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുന്നവരോടൊപ്പം അല്ല നമ്മൾ ജീവിത യാത്ര ചെയ്യേണ്ടത്. സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരോടൊപ്പം യാത്ര ചെയ്യണം. അല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം, ഒരിക്കലും ഒരു നിരീശ്വരവാദി തന്റെ ലോകജ്ഞാനത്തെ എല്ലാം വെളിപ്പെടുത്തി ദൈവം എന്നൊരാൾ ഇരുന്നാലും അവൻ നമുക്ക് ആവശ്യമില്ല എന്ന് വളരെ ധീരമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലേലൂയ. അത് കേട്ടുകൊണ്ടിരുന്ന ഒരു ക്രിസ്ത്യാനിയായ സഹോദരൻ അദ്ദേഹത്തോട്, സഹോദര, ഒരു ചെറിയ ഉറുമ്പിനെ നിങ്ങൾ നോക്ക്, അല്ലെങ്കിൽ ഒരു ചെറിയ ഉറുമ്പിനെ നോക്ക്, അത് എത്ര സമാധാനമായിട്ടാണ് നിരന്തരമായിട്ട് നടന്നു പോകുന്നത്. അതതിന്റെ ആഹാരം ശേഖരിക്കുന്നു, അതിന്റെ ആഹാരം ചുമന്നുകൊണ്ട് ആ ഉറുമ്പുകളൊന്നും വഴിതെറ്റാതെ അതിൻ്റെതായ സഞ്ചാര പാതയുടെ സമാധാനത്തോടെ സഞ്ചരിക്കുന്ന നിങ്ങൾ നോക്കുക. അല്ലേലൂയ. സ്തോത്രം. നിങ്ങളെ കൊണ്ടൊരു ചെറിയ ഉറുമ്പിനെ പോലും സൃഷ്ടിക്കാൻ കഴിയത്തില്ല. നിങ്ങളീ പറയുന്ന ദൈവമില്ലെന്ന് പറഞ്ഞ് നിങ്ങളെ കൊണ്ട് ഒരു ഉറുമ്പിനെ പോലും സൃഷ്ടിക്കാൻ കഴിയില്ല. ആ ഉറുമ്പുകൾ സമാധാനത്തോടെ ജീവിക്കുന്നവർക്ക് സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാനും കഴിയത്തില്ലാത്ത നിങ്ങളാണോ ദൈവമില്ല എന്ന് വിളിച്ചു പറയുന്നത്? അല്ലേരിയ. അപ്പൊ അത് കേട്ടപ്പോ ഈ നിരീശ്വരവാദിക്കൊരു ചിന്ത, അല്ലേരിയ,
അദ്ദേഹം വളരെ ചിന്തിച്ചു, ഞാൻ നിരീശ്വരവാദിയായിരുന്നാലും എൻ്റെ സ്വന്തം ജീവിതത്തിൽ സമാധാനമില്ലല്ലോ എന്ന്. നിരീശ്വരവാദി വളരെ പ്രസംഗിക്കുക, ദൈവമില്ലെന്ന്. ഇനി ദൈവം അങ്ങനെ ഒരുവൻ ഉണ്ടായാലും അതുകൊണ്ട് നമുക്ക് ആവശ്യമില്ല. അപ്പോഴാണ് ക്രൈസ്തവ വിശ്വാസിയുടെ ചോദ്യം, ഒരു ഉറുമ്പിനെ പോലും സൃഷ്ടിക്കാൻ നിനക്ക് കഴിയില്ല, അവ സമാധാനത്തോടുകൂടി നടക്കുന്നവരെ നടക്കാൻ കഴിയില്ല. നിന്റെ ഉള്ളിൽ നീ ദൈവം ഇല്ലെന്ന് പറഞ്ഞാലും നിനക്ക് സമാധാനമില്ലാത്ത മനുഷ്യനല്ലേ. നിരീശ്വരവാദിക്ക് എപ്പോഴാണ് മനസ്സിലായത് ഞാൻ സമാധാനമില്ലാത്തവനാണെന്നും. ഹല്ലേലൂയ. സമാധാനമില്ലാത്തവനാണ്, ഞാൻ കഷ്ടപ്പെടുന്നവരാണ്. ഹല്ലേലൂയ. മനുഷ്യജ്ഞാനം കൊണ്ട് സമാധാനം പ്രാപിക്കാൻ കഴിയില്ല. മനുഷ്യ ബുദ്ധി കൊണ്ട്, എന്റെ പ്രസംഗം കൊണ്ട്, എന്റെ പ്രവാസം കൊണ്ട്, എന്റെ കഴിവ് കൊണ്ട്, ബുദ്ധി കൊണ്ട്, അറിവ് കൊണ്ട്, ജ്ഞാനം കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട്, പണം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, എന്റെ ആരോഗ്യം കൊണ്ട്, സൗന്ദര്യം കൊണ്ട് എനിക്ക് സമാധാനം പ്രാപിക്കാൻ കഴിയത്തില്ല. ലോകത്തിലൊരു മാർക്കറ്റിലും വാങ്ങാൻ കിട്ടുന്നതല്ല. സമാധാനം എന്ന് പറയുന്നത് സമാധാന പുരുഷനായിരിക്കും, സമാധാനത്തിന് ഉറവിടമായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ മാത്രം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ നിരീശ്വരവാദത്തെ നീക്കി സമാധാനമില്ലാത്ത എനിക്ക് സമാധാനം വേണമെന്ന് ചിന്തിക്കാൻ പോകുക അല്ലേ. അപ്പൊ നിരീശ്വരവാദിയുടെ ജീവിതത്തിൽ സമാധാനമില്ല. അല്ലേലിയ. അത് എന്നെ ദൈവിക സമാധാനം അല്ലേലിയ നമ്മുടെ ജീവിതത്തിൽ വരണം. അല്ലേലിയ. ദൈവിക സമാധാനം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് നമ്മൾ സമാധാനമുള്ളവരായി മാറുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ 37 സങ്കീർത്തനത്തിനകത്ത് വരുമ്പോൾ 37 സങ്കീർത്തനം 37 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നിഷ്കളങ്കനെ കുറികൊള്ളുക, നേരുള്ളവനെ നോക്കിക്കൊള്ളുക, സമാധാന പുരുഷന് സന്തതി ഉണ്ടാകും. സംഗീതക്കാരൻ പറയാണ്, നിഷ്കളങ്കനെ കുറികൊള്ളുക, നേരുള്ളവനെ നോക്കിക്കൊള്ളുക, സമാധാന പുരുഷ സന്തതി ഉണ്ടാകും. ഇതിന്റെ ചരിത്രം എന്ന് പറയുന്നത് അതിന്റെ മുകളിലത്തെ 2 വാക്യം കൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് അതിന്റെ ചരിത്ര പശ്ചാത്തലം വരുന്നത്. അപ്പൊ സംഗീതം 37, 35, 36 കൂടെ ചേർത്ത് വായിക്കുമ്പോൾ, ദുഷ്ടൻ പ്രബലനായിരിക്കുന്നതും സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അതിനെ പോയപ്പോൾ അവനില്ല, ഞാൻ അന്വേഷിച്ചു അവനെ കണ്ടതുമില്ല. എന്നിട്ടാണ് നിഷ്കളങ്കനെ കുറികൊള്ളുക, ഹല്ലേലൂയ, നേരുള്ളവനെ നോക്കിക്കൊള്ളുക, സമാധാന പുരുഷന് സന്തതി ഹല്ലേലൂയ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. സമാധാന പുരുഷനാണ് തലമുറയെ സൃഷ്ടിപ്പാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഇതിന്റെ ചരിത്രം ദുഷ്ടനും പച്ചവൃക്ഷവും എന്നുള്ളതാണ്. ദുഷ്ടനും പച്ചവൃക്ഷവും. അപ്പം ഹല്ലേലൂയ, സ്തോത്രം. ദുഷ്ടൻ സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നത് ദാവീദ് കാണുകയാണ്. ദുഷ്ടൻ സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നത് ദാവീദ് കാണുന്നു. അന്നും ഇന്നും ദുഷ്ടശക്തികൾ അല്ലെങ്കിൽ തഴയ്ക്കുന്നു, എന്നാൽ ദീർഘകാലം നിലനിൽക്കുകയില്ല എന്നതാണ് സത്യം. ദുഷ്ടൻ എല്ലാ കാലത്തും തഴച്ചുകൊണ്ടിരിക്കും, പക്ഷെ അവന് ദീർഘകാലം നിലനിൽക്കാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ തഴയ്ക്കുന്നതനുസരിച്ച് ഒരു ദിവസം കടപുഴകി വീഴുന്നത് പോലെ അത് വീഴാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. പച്ചിലകൾ അല്ലെങ്കിൽ പച്ചില മരങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മരങ്ങൾ ദീർഘകാലം നിലനിൽക്കുന്നവയല്ല. പച്ചില കൊണ്ട് നിറയപ്പെട്ട മരങ്ങളൊന്നും ദീർഘകാലം നിലനിൽക്കുന്നവയല്ലെന്ന് വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. ഈന്തപ്പന, ദേവദാരു, ഒലിവുമരം ആദിയായവ വളരെ കാലം നിലനിൽക്കുന്നതാണ്. ഈന്തപ്പന, ഒലിവുമരം, ദേവദാരു ഒക്കെ അധികകാലം. ദേവദാരു എന്നൊക്കെ പറയുന്ന 1000 വർഷങ്ങൾ ഒക്കെ ജീവിക്കുന്നത്, 500 തൊട്ട് 1000 വർഷം വരെ വലിയ ആയുസ്സുള്ള മരങ്ങളാണ് ദേവദാരു എന്നൊക്കെ പറയുന്നത്. ഹല്ലേലൂയ. സ്വദേശികമായ പച്ചവൃക്ഷങ്ങൾ മനുഷ്യന് പ്രയോജനമായ ഫലങ്ങൾ തീരെ പുറപ്പെടുവിക്കാത്തവയാണ്. സ്വദേശികമായ പച്ചവൃക്ഷങ്ങൾ മനുഷ്യന് തീരെ ഫലം പുറപ്പെടുവിക്കാത്തതാണ്. അതുകൊണ്ട് ഈ സ്വദേശികമായ പച്ചവൃക്ഷത്തെ പോലെ അനവധി ദുഷ്ടന്മാർ തഴയ്ക്കും. ഹല്ലേലൂയ. അവൻ വളരും, പക്ഷെ അവന്റെ അധോഗതി, അവന്റെ വീഴ്ച വലുതായിരിക്കും. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിന് സമാധാനമില്ല. ഹല്ലേലൂയ. അപ്പം 36, 37 വായിക്കുന്ന സംഗീതകാരൻ മറ്റൊരു നിരീക്ഷണം നടന്നത്, തഴച്ചു വളരുന്ന ഒരു പച്ചവൃക്ഷം ദൈവമില്ലാത്ത ഒരു മനുഷ്യന്റെ സാദൃശ്യമാണ്. തഴച്ചു വളരുന്ന ഒരു പച്ചവൃക്ഷം ദൈവമില്ലാത്ത ഒരു മനുഷ്യന്റെ സാദൃശ്യമാണ്. പെട്ടെന്നുള്ള അവന്റെ മരണത്തോടെ അവന്റെ ഓർമ്മ പോലും ഇല്ലാതാകും. പെട്ടെന്നുള്ള മരണം കൊണ്ട് ഭൂമിയിൽ അവന്റെ ഓർമ്മ പോലും ഇല്ലാതാകുമെന്ന്. അതിന്റെ കാരണം മക്കളുകൂടെ നശിച്ചു പോകുന്നു, എന്നാൽ നീതിമാന് ഒരു നല്ല പിൻതലമുറ ഉണ്ടായിരിക്കും. നീതിമാന് ഒരു നല്ല തലമുറ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ദുഷ്ടൻ നശിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ നീതിമാൻ ദൈവത്തോട് കൂടുതൽ എടുക്കും, രക്തം ചെയ്യും.
അതാണ് ഇവിടെ ദൈവത്തിന്റെ വചനം പറഞ്ഞത്. നിഷ്കളങ്കനെ കുറികൊള്ളുക, നേരുള്ളവനെ നോക്കിക്കൊള്ളുക, സമാധാന പുരുഷൻ സന്തതി ഉണ്ടാകും. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, എന്നെ കേൾക്കുന്ന സഹോദര, ഈ ലോകം ദുഷ്ടന്മാരുടെ കൂട്ടമാ. സർവ്വലോകവും ദുഷ്ടന്റെ അതിഥിയിൽ കിടക്കുന്നു എന്നാണ് ആമി 1 യോഹന്നാൻ ലേഖനം 5:19 വരുന്നത്. ഗലാത്യ ലേഖനം എഴുതുമ്പോൾ തന്നെ പറഞ്ഞ് ഈ ദുഷ്ടലോകത്തിൽ നമ്മെ വിടുവിക്കണമെന്ന. അതേ, ദുഷ്ടന്മാരാൽ നിറയപ്പെട്ട ഈ ഭൂമിയിൽ അവന്റെ ദുഷ്ടത മുഖാന്തരം സകല ജനത്തിന്റെ സമാധാനം കെടുത്തിക്കളയുക. ഹല്ലേലൂയ. മനുഷ്യൻ നല്ലത് പ്രവർത്തിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആത്മാവിന്റെ ഫലമായിരിക്കും സമാധാനം അവന്റെ ഉള്ളിൽ നിന്ന് വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് അവന്റെ ആത്മാവിന്റെ ഫലമായി സമാധാനം നഷ്ടപ്പെട്ടിട്ട് ഹല്ലേലൂയ മനുഷ്യൻ ദുഷ്ടത പ്രവർത്തിച്ചു കൂട്ടുകയാണ്. എന്താ ചെയ്യും? അതുകൊണ്ട് നാം മാനസാന്തരപ്പെടണം. ഞാൻ ഈ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെട്ട് സമാധാന പുരുഷനാണെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് ഐശ്വര്യ സമ്പത്തും വർദ്ധിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. നിന്റെ താഴ്ചകൾ, വീഴ്ചകൾ, നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാകും. നീ കടന്നു പോകുന്ന ശോധനകൾ, ആ പരീക്ഷകളുടെ നടുവിൽ നിനക്ക് പോക്കുവഴി ദൈവം, നീക്കുപോക്ക് ദൈവം തരും. ഹല്ലേലൂയ. നീ തകരുവാൻ ദൈവം അനുവദിക്കുന്ന സമാധാനമുള്ളവളാണെങ്കിൽ, സമാധാനം സന്തോഷം നിനക്ക് ഉള്ളിൽ ഇല്ലെങ്കിൽ നിന്റെ ജീവിതം ഹല്ലേലൂയ തകർന്നത് തന്നെ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം അത്ര ശ്രേഷ്ഠമായിട്ട് നമ്മെ പ്രബോധിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് സമാധാനം ചിന്തിച്ചു നോക്കിയാട്ടെ. നിങ്ങളുടെ കുടുംബത്തിലേക്ക് നോക്കി. ഞങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്നവരാണോ? എന്റെ കുടുംബത്തിന് എനിക്ക് സമാധാനത്തെ ഉറങ്ങാൻ കഴിയുന്നുണ്ടോ? ഭർത്താവിനെ കൊണ്ട്, ഭാര്യയെ കൊണ്ട് എനിക്ക് സമാധാനമുണ്ടോ? മക്കളെ കൊണ്ട് സമാധാനമുണ്ടോ? ദേശത്ത് എനിക്ക് സമാധാനം പുലർത്തുവാൻ കഴിയുന്നുണ്ടോ? ഞാൻ കൂടി വരുന്നിടത്തിന്റെ ജോലി സ്ഥലത്ത് എനിക്ക് സമാധാനം പുലർത്തുവാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. അധികാരികളുമായി ഞാൻ സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. എല്ലാ മേഖലയിലും നഷ്ടപ്പെട്ടു പോയത് സമാധാനമാണ്. സമാധാനം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ സാത്താൻ വിളയാടാൻ തുടങ്ങി. സാത്താൻ സകല സ്ഥലങ്ങളും കയറി വിളയാടി. അവന്റെ വിളയാട്ടമാണ് ഇന്ന് സകല മേഖലകളിൽ നടക്കുന്നത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. മനുഷ്യനെല്ലാം ഉണ്ടാക്കും. വീട്ടിൽ സഹോദരിമായിട്ട് പറഞ്ഞില്ല, അവരെല്ലാം കാമിക വീട്ടിൽ വീട്ടുന്ന എല്ലാം ആ ഭക്ഷണപദാർത്ഥങ്ങൾ അവരുണ്ടാക്കും. ഹല്ലേലൂയ. എല്ലാ ഭക്ഷണപദാർത്ഥങ്ങളും ഉണ്ടാക്കും. ഭർത്താക്കന്മാർ പറഞ്ഞാൽ അവർ വീട്ടിനെ അന്വേഷിക്കണം, നന്നായിട്ട് ജോലിയൊക്കെ കണ്ടുപിടിച്ച് നന്നായിട്ട് ജോലി പലതും കണ്ടുപിടിക്കും. ഇന്നത്തെ തലമുറ പറഞ്ഞാൽ അവർ വിവിധ ഇലക്ട്രോണിക്സ്, വിവിധ മാർഗങ്ങളുടെ വിവിധ മേഖല പലതും കണ്ടുപിടിക്കും. മനുഷ്യൻ പലതും ഉണ്ടാക്കും. ഹല്ലേലൂയ. പക്ഷെ സമാധാനം ഉണ്ടാക്കാൻ അറിയത്തില്ല. വീട്ടിൽ ജോലി ചെയ്യുന്ന, അടുക്കളയിൽ പണിയും സൗകര്യമാർ ഇതെല്ലാം ഉണ്ടാക്കുമെങ്കിലും സമാധാനം ഉണ്ടാക്കാൻ അറിയത്തില്ല. രാഗമില്ലാതെ കഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാർ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാക്കാൻ അറിയത്തില്ല. ഹല്ലേലൂയ. സമാധാനം ഉണ്ടാക്കുവാൻ നമ്മൾ അറിയണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സമാധാനം ഉണ്ടാക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. അത് പ്രശ്ന സങ്കീർണമായി കിടക്കുന്ന, പ്രതികൂലത്തിന്റെ സാഹചര്യം കിടക്കുന്ന, പ്രശ്നങ്ങളാൽ ദ്രയപ്പെട്ട് കിടക്കുന്ന, അസ്വസ്ഥത അനുഭവിക്കുന്ന, ദുഃഖത്തിന്റെ കരുതലിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളെ, വ്യക്തികളെ, ജീവിതങ്ങളെ ആ മേഖലയിൽ നിന്ന് എത്തുമ്പോൾ അവിടെ നീ സമാധാനം ഉണ്ടാക്കുന്നവനായിരിക്കണം, സമാധാനം ഉണ്ടാക്കുന്നവളായിരിക്കണം. രക്തം ചെയ്യും. സമാധാനം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഈ ലോക ജീവിതം എന്ന് പറയുന്നത് മനുഷ്യൻ സമാധാനമില്ലാതെ നെട്ടോട്ടം ഓടുകയ. രക്തം ചെയ്യും. ഇന്ന് പകരം കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ സമാധാനം ഉണ്ടാക്കുന്നവളായിരിക്കണം. രക്തം ചെയ്യും. നീ സമാധാനം ഉണ്ടാക്കുന്നവനായിരിക്കണം. നിന്റെ ജീവിതം താൽക്കാലികമാണ്. നിനക്കെല്ലാ കാലത്തൂടെ ജീവിക്കാൻ പറ്റത്തില്ല. നീ ഇവിടെ പ്രവാസിയെ പോലെയാ. ഈ ലോകത്ത് നീ ഒരു പ്രവാസിയെ പോലെയാ. ഹല്ലേലൂയ. അന്യരും പരദേശികളുമാണ് നാം താമസിക്കുന്ന ഈ ഭൂമി. താൽക്കാലികമാണ്, നമ്മുടെ സ്വന്തമല്ല. നിങ്ങൾ ഇട്ടിരിക്കുന്ന കുപ്പായം പോലും നിങ്ങളുടെ സ്വന്തമല്ല. അതുപോലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ നിൽക്കുന്ന ഭൂമി നിങ്ങളുടെ സ്വന്തമല്ല, അതും താൽക്കാലികമാണ്. എല്ലാം താൽക്കാലികമാണ്. എല്ലാം താൽക്കാലികമായതിനകത്ത് നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമെന്ന് പറയാൻ ഒന്നുണ്ടെങ്കിൽ അത് ആത്മാവിന്റെ ഫലമായിരിക്കും, സമാധാനമാണ്.
പ്രൈസലോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചപ്പോൾ ഞാൻ ഈ ഭൂമി നേടിയതും നേടിക്കൊണ്ടിരിക്കുന്നതും ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രം പോലും താൽക്കാലികം. അതൊക്കെ അതെല്ലാം പെട്ടെന്ന് ജീർണിച്ചു പോകുന്നതാ, മുഷിഞ്ഞു പോകുന്നതാ. ലേലിയ. എന്നാൽ കർത്താവ് എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന സമാധാനം എന്ന് പറയുന്നത് അതൊരിക്കലും ജീർണിച്ചു പോകുന്നതല്ല, കടപിടിച്ചു പോകുന്നതല്ല, തുരുമ്പടിച്ചു പോകുന്നതല്ല, അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. കർത്താവിൻ്റെ ഉള്ളിൽ സ്ഥിരമായിട്ട് തന്നിരിക്കുന്ന, ഈ ഭൂമിയിലെ ജീവിക്കുവാൻ എനിക്ക് ആവശ്യമായി തന്നിരിക്കുന്നതാണ് എൻ്റെ ഉള്ളിൽ ആത്മാവിന്റെ ഫലമായി സമാധാനമെന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. നിങ്ങളും അങ്ങനെ കേട്ടോ. നിങ്ങൾക്ക് ഈ ലോകത്ത് ജീവിക്കുവാൻ ദീർഘായുസ്സോടുകൂടി ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ സമാധാനം ഉണ്ടാകണം. പ്രൈസലോ. പലരും ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ. എവിടെ ചെന്നാലും പാസ്റ്റർ ദീർഘായുസ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലറിയ. അച്ഛന് വേണ്ടി, അമ്മച്ചിക്ക് വേണ്ടി, അമ്മാമ്മയ്ക്ക് വേണ്ടി, ആന്റിക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവർക്ക് ആയുസ്സും ആരോഗ്യം നീട്ടിക്കൊടുക്കാൻ. ആയുസ്സും ആരോഗ്യം നീട്ടിക്കൊടുക്കുവാൻ ദൈവം വിശ്വസ്തനാ. ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ തനിക്ക് മരിക്കത്തക്ക രോഗം പിടിച്ചു. യെശയ്യാ പ്രവാചകൻ ഹിസ്കിയാവിന്റെ കൊട്ടാരത്തിൽ വിട്ട് ഹിസ്കിയാവിനോട് പറഞ്ഞപ്പോൾ ഹിസ്കിയാവിന്റെ ചുവനോട് ചേർത്ത് മുഖം വെച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവം കേട്ടു. ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ ആയുസിന്റെ 15 സംവത്സരം കൂട്ടിക്കൊടുത്തു. അതെ, ദൈവം നമുക്ക് ആയുസിനെ കൂട്ടിത്തരും നമ്മൾ പ്രാർത്ഥിച്ചാൽ. പക്ഷെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ സമാധാനം ഉണ്ടായിരിക്കണം. പ്രൈസലോ. സമാധാനമുള്ളവർക്കേ ദീർഘായുസ് പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. അല്ലേല്. ഇല്ലെങ്കിൽ നമ്മൾ മാരകമായ രോഗിയായി മാറും. പലരും രോഗികളാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു. നിങ്ങൾ ഓരോ ദിവസവും ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോകണം. നിങ്ങൾ ഒരു ദിവസം ഏതെങ്കിലും ഒരു നല്ല ഹോസ്പിറ്റലിൽ പോകണം. ആ ഹോസ്പിറ്റലിൽ നിങ്ങൾ രാവിലെ ചെന്ന് നിൽക്കുമ്പോൾ ആ ഹോസ്പിറ്റൽ നിറച്ചിരിക്കുക. അല്ലേലിയ. ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു ആവശ്യത്തിന് ചാവക്കാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്നു. അല്ലേലിയ. ഞാൻ ഏകദേശം ഒരു 8 മണിക്ക് തന്നെ അവിടെ ചെന്നിട്ടുണ്ട്. എന്റെ ചർച്ചിൽ ഒരു സഹോദരന്റെ ആവശ്യത്തിൽ പോയത് അവർ ചീട്ടെടുക്കാൻ. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ 6:15 മണിക്ക് തന്നെ ആ ചീട്ടെടുക്കുന്നിടത്ത് 3 നിര ക്യൂ ആ. അല്ലേലിയ. ഒരു 6 മണിക്ക് തന്നെ വലിയ കൂട്ടം. എനിക്ക് തോന്നുന്നു വലിയ കൂട്ടം. ഞാൻ അവസാനം അവിടുന്ന് ഞാൻ ചീട്ടിന്റെ സമയത്ത് ഞാൻ ചീട്ടെടുക്കാൻ ചെന്നോ പറയും ഇന്നത്തെ ചീട്ടിന്റെ ഇത് കഴിഞ്ഞത് ഓർത്തു വയ്ക്കി. മനുഷ്യന് സമാധാനമില്ല. കാരണം അവിടെ ചെന്നാലും സമാധാനമില്ല. ഒരുവൻ മുമ്പിൽ കയറിയാൽ ഒരുത്തൻ അല്ലെങ്കിൽ കയറി എന്തെങ്കിലും ചോദിക്കാൻ പോയാൽ അവിടെ തുടങ്ങും വഴക്ക്. എത്ര പ്രശ്നങ്ങളാണ്. ഹോസ്പിറ്റലിൽ ചെന്നേക്ക് രോഗികൾ സമാധാനമില്ലാതെ കിടക്കുന്ന, ചീട്ടെടുക്കുന്നത് സമാധാനമില്ല, ഡോക്ടറെ കാണാൻ സമാധാനമില്ല, ഒരുത്തനൊരു സൈൻ ചെയ്യാൻ അങ്ങോട്ട് കയറാൻ ശ്രമിച്ചാൽ അവിടെ സമാധാനം. എല്ലാം പ്രശ്നങ്ങളാണ്. അപ്പൊ ഞാനിതൊക്കെ കാണുമ്പോൾ ഞാനങ്ങ് മാറിക്കൊടുക്കും. അല്ലേ? കാരണം കർത്താവ് പറഞ്ഞു, നിന്റെ ഉള്ളിൽ ഞാൻ തന്നിരിക്കുന്നത് ആത്മാവിന്റെ ഫലമായി സമാധാനമാണ്. അവര് ചെയ്യുന്നത് പോലെ നീ ചെയ്യരുത്, അവര് പറയുന്ന പോലെ നീ പറയരുത്, അവര് തിരക്കം കൂട്ടുന്നത് നീ കൂട്ടരുത്. നിനക്ക് സാവധാനത്തോടെ സമാധാനത്തോടെ അവിടെ നിൽക്കാൻ. അല്ലേ? അത് നമ്മൾ എവിടെ ചെന്നാലും സമാധാനത്തോടെ നിൽക്കണം കേട്ടോ. അല്ലേലൂയ. സമാധാനം എന്ന് പറയുന്നതാണ് ആയുസ് കൂട്ടിത്തരാൻ ഏറ്റവും നല്ലൊരു ഔഷധമാണ്. അല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതം എന്നൊക്കെ പറയുന്നത് താൽക്കാലികമാണെങ്കിലും അതിൽ നമ്മുടെ ജീവിതത്തിൽ യേശു ഉണ്ടായിരിക്കണം. അല്ലേലൂയ. അപ്പൊ ഇവിടെ എന്താണ് സ്തോത്രം? തഴച്ചു വളരുന്ന പച്ചവൃക്ഷത്തെ, സ്വദേശികമായ പച്ചവൃക്ഷത്തെ ഒരു ദുഷ്ടന്റെ സ്വഭാവത്തോട് ചേർത്താണ് ഈ 37 സങ്കീർത്തനം 25, 26 വാക്കി ചേർത്ത് പിടിക്കുന്നത്. എന്നാൽ നിലനിൽക്കുന്ന വൃക്ഷത്തെ ദൈവമക്കളെ സംബന്ധിച്ച് പറയുമ്പോൾ ഒലിവ് വൃക്ഷത്തോടും ദേവദാരുവിനോടും അല്ലേലൂയ സ്തോത്രം ഈ ഒക്കെ ചേർത്താ പറയുന്നത്. ഞാൻ എൻ്റെ തഴച്ചിരിക്കും ഒലിവ് വൃക്ഷം പോലെ, അല്ലേലൂയ, ലെബാനൂരിലെ ദേവദാരു പോലെ എന്നൊക്കെയാണ്. അല്ലേലൂയ സ്തോത്രം. അല്ലേ? പന പോലെ, ഈന്തപ്പന പോലെ എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ 92 സങ്കീർത്തനം 10 വാക്യം വായിക്കണം. അല്ലേലൂയ. 92 സങ്കീർത്തനം 10, 12 വാക്യങ്ങൾ വായിച്ചിട്ട് 37 സങ്കീർത്തനം 25, 26 വാക്യങ്ങൾ വായിക്കണം. എങ്കിലേ നിങ്ങൾക്ക് ദുഷ്ടനും നീതിമാനും തമ്മിലുള്ള വേർതിരിവ് കാണാൻ കഴിയും. രക്തം ജയം. ഹല്ലേലൂയ. അത് സ്നേഹിത, നമ്മൾക്ക് ദൈവത്തിന്റെ മക്കളായി മാറണം. രക്തം ജയം. ഇവിടെ എന്തുകൊണ്ടാണ് ലോകം മുഴുവൻ തീവ്രവാദികൾ പെരുകി? കേരളത്തിൽ തീവ്രവാദികളുടെ മേഖലയായി മാറി. തീവ്രവാദികൾ എണ്ണം കേരളത്തിൽ വർദ്ധിക്കുന്നു. ഭീകരവാദികൾ വർദ്ധിക്കുന്നു. നിരീശ്വരവാദികൾ വർദ്ധിക്കുന്നു. യുക്തിവാദികൾ വർദ്ധിക്കുന്നു. ദൈവമില്ലെന്ന് പറയുന്ന മൂടന്മാർ വർദ്ധിക്കുന്നു. വർഗീയവാദികൾ പെരുകുന്നു. അല്ലെങ്കിൽ സംഘർഷം എല്ലാ മേഖലയിലും. എന്തുകൊണ്ടാണ്? സമാധാനമില്ലാത്തത് കൊണ്ട്. ഹല്ലേലൂയ. ഭൂമി നശിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഹല്ലേലൂയ. അക്രമങ്ങൾ പെരുകുന്നു, ക്ഷാമങ്ങൾ പെരുകുന്നു, ഭൂകമ്പങ്ങൾ, വ്യാധികൾ, മഹാക്ഷാമങ്ങൾ എന്ന് വേണ്ട എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന സമാധാനം നഷ്ടപ്പെട്ടു പോയി ഭൂമി മനുഷ്യൻ കല്ലുരുള്ളി നടക്കുന്നു, സകലരും ദുഷ്ട സ്വഭാവത്തോടെ പെരുകുന്നത് കൊണ്ട് ഹല്ലേലൂയ ദൈവിക സമാധാനം നഷ്ടപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാപിതാ, നമ്മൾ ദൈവിക സമാധാനത്തിലേക്ക് വരണം. യേശു നമുക്ക് തന്ന സമാധാനമാണ് ആവശ്യം. ഹല്ലേലൂയ. രക്തം ചെയ്യാം. യേശു തന്ന സമാധാനം നിന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ അങ്ങനെ ഭാഗ്യവാനാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഓരോ വീടുകൾ സന്ദർശിക്കുമ്പോൾ, ഓരോ വീട്ടിലും ഓരോ മതങ്ങളുടെ വീടുകളിൽ ചെല്ലുമ്പോൾ, ഓരോ ജാതികളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ ദേവന്മാരെ, അവരുടെ ദൈവങ്ങളെ കുറിച്ചൊക്കെ ചെറിയ ചെറിയ പോസ്റ്ററുകൾ വെച്ചിരിക്കുന്നത് കാണാൻ കഴിയും. ക്രൈസ്തവന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് പേരുകൾ അവരുടെ വീടിനെ അറിയപ്പെടും. മാത്രമല്ല ക്രിസ്തു ഈ വീടിന്റെ നായകൻ, ക്രിസ്തു വഴി അങ്ങനെ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീടിന്റെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഏതെങ്കിലും വീട്ടിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ? അത് എഴുതാൻ പറ്റത്തില്ല. അല്ലേ? ഒരുവന്റെ വീടിന്റെ പടിക്ക് പോലും ഞാൻ കണ്ടില്ല. ഞാൻ ഒരുപാട് വീടുകൾ കയറി സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വീടുകൾ കേരളത്തിന്റെ പല ഭാഗത്തും, ഈ തമിഴ്നാടിന്റെ, കർണാടക, അങ്ങനെ എന്നെ കഴിയുന്നിടത്തൊക്കെ പോയിട്ട് ഞാൻ പലയിടത്തും ശ്രദ്ധിച്ചിട്ടുള്ളൊരു വാക്കാണ്, പലയിടത്തും കണ്ടത് ശ്രദ്ധിച്ചിട്ടുണ്ട്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്ന ഒരു ബോർഡ് പോലും ഞാൻ കണ്ടിട്ടില്ല. കാരണം അത് എഴുതാൻ പറ്റത്തില്ല. കാരണം അത് എഴുതിയാൽ നമ്മൾ സമാധാനത്തോട് ജീവിക്കണം, മാതൃകയായിരിക്കണം. അതുകൊണ്ട് അത് മാത്രം എഴുതാൻ പറ്റത്തില്ല. യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ 5 1 തൊട്ട് അല്ലെങ്കിൽ 10, 11 വരെ, 12 വരെ വാക്യങ്ങൾ, അല്ലെങ്കിൽ 10 വരെ വാക്യങ്ങൾ, ഏതെങ്കിലും ഒരു വാക്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീടിന്റെ മുമ്പിൽ എഴുതി വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലേ? അതൊന്നും എഴുതാൻ പറ്റത്തില്ല. കാരണം അതൊക്കെ എഴുതി അങ്ങനെ തന്നെ ജീവിക്കണം. രക്തം ചെയ്യാം. അല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ഈ ഭൂമിയിലെ നമ്മുടെ താൽക്കാലിക ജീവിതം സമാധാനം ഉണ്ടാക്കുന്നതിനായിട്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ? കഴിഞ്ഞ ദിവസം കണ്ടൊരു സോഷ്യൽ മീഡിയ കണ്ടില്ലേ? പിറവത്താന്ന് തോന്നുന്നു, പിറവത്ത് ഒരു സഹോദരൻ ബീവറേജിന്റെ മുമ്പിൽ കള്ളടിച്ചങ്ങ് മൂത്തു. അല്ലേ? കള്ളടിച്ച് മൂത്ത് കഴിഞ്ഞിട്ട് ആ സഹോദരൻ വലിയൊരു കത്തിയൊക്കെ എടുത്ത്, ഒരു വടിയൊക്കെ എടുത്ത് റോഡിൽ നിന്ന് അടിച്ചു വിരസുക. അല്ലേലിയ. അവിടെ കിടന്ന 2-3 വണ്ടിയൊക്കെ അങ്ങ് അടിച്ചു പൊട്ടിച്ചു. അല്ലേലിയ. അവിടെ 2 പോലീസുകാരൊക്കെ അവസാനം ഗതികെട്ടിട്ടാന്ന് ഈ പോലീസുകാരൻ ഒരുവൻ ലാത്തിയൊക്കെ ആയിട്ട് റോഡിലേക്ക് ഇറങ്ങാൻ മറ്റേ പോലീസുകാരൻ ഇറങ്ങി വന്ന് അപ്പോഴത്തേന് ഇത് ചെയ്തു, നാട്ടുകാരെല്ലാം കൂടെ കൂടി ഇവനെ കല്ലെറിയാൻ തുടങ്ങി. അല്ലേരിയ. കല്ലെറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ റോഡിൽ നിന്ന് വിരസവൻ എന്ത് ചെയ്തു? അവൻ കിട്ടുന്ന അല്ലെങ്കിൽ ആ കത്തിയെ കൊണ്ട് വടിയിട്ടേച്ച് വന്നത് നാട്ടുകാരെ എടുത്തിട്ടങ്ങ് ചവിട്ടി നാടകം നടത്തി. അല്ലേരിയ. സമാധാനം ഉള്ളവന് അവൻ ബീവറേജിന് മുമ്പിൽ ചെന്ന് കള്ള് കുടിച്ചിട്ട് ആ കള്ളവന്റെ അകത്ത് നിന്ന് കഴിയുമ്പോൾ അനേക വണ്ടികൾ അടിച്ചു കൂട്ടി നാട്ടിൽ അക്രമം സൃഷ്ടിക്കാൻ ശ്രമിച്ചവനെ നാട്ടുകാർ ചവിട്ടി കൂട്ടി. ഓർത്തു വയ്ക്കുക. ഇനി ആ നാട്ടിൽ അവൻ എന്താ മാനമുള്ളത്? നാട്ടുകാർ ചവിട്ട് കൂട്ടിയ അവന് ആ നാട്ടിൽ എന്തെങ്കിലും സ്ഥാനമുണ്ടോ? അവസാനം പോലീസുകാരെ പിടിച്ചുകൊണ്ട് പോയി. എന്നെ കേൾക്കുന്ന പ്രശ്നം അങ്ങനെയല്ല ജീവിതം. നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ സമാധാന കാംക്ഷിയായിരിക്കണം. സമാധാനമില്ലാത്തടത്ത് നമ്മൾ സമാധാനത്തെ പറഞ്ഞു കൊടുക്കുന്നവരായിരിക്കണം. ഇടർച്ച നിൽക്കുന്ന, പ്രശ്നം നിൽക്കുന്ന, പ്രതിസന്ധികൾ നടുവിൽ പ്രശ്നം പരിഹരിക്കപ്പെടാൻ നിൽക്കുന്നവരുടെ നടുവിൽ ആ പ്രശ്നത്തെ പരിഹരിക്കുവാനുള്ള സമാധാനം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഓരോ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കർത്താവിനെ അത് ചിന്തിച്ചു പോകും. ഞാൻ പെട്ടെന്ന് ഈ ഓരോരോ സംഭവങ്ങൾ കാണുമ്പോൾ ഞാൻ യേശുവിനെ കുറിച്ച് ചിന്തിക്കുന്നത് പെട്ടെന്ന് എൻ്റെ കർത്താവ് എത്ര നല്ലവനായിരുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഉള്ളിലെ കർത്താവിൻ്റെ ഹല്ലേലൂയ ആ സ്വഭാവം നമ്മളിലേക്ക് വരണം കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നത് ഒരു കടലിന്റെ നടുവിൽ ഒരു വലിയ പാറ ഇരിക്കുക. ഒരു കടലിന്റെ നടുവിൽ ഒരു വലിയ പാറ ഇരിക്കുക എന്ന് നിങ്ങളൊന്ന് സങ്കല്പിക്കുക. കടലിലുള്ള തിരമാലകൾ എത്ര തന്നെ ആ പാറമേൽ വന്നടിച്ചാലും ആ പാറയ്ക്കൊരു അനക്കവും ഉണ്ടാകത്തില്ല. അല്ലേലൂയ. നമ്മൾ ഈ കടലിലൊക്കെ വലിയ പാറയൊക്കെ ഉള്ളതുണ്ടല്ലോ. അല്ലെങ്കിൽ ഇന്നല്ലേ നിങ്ങൾ ഈ കടലിനെയും വിട്ടിട്ട് വലിയ ആറുകളൊക്കെ ചെന്ന് നോക്കുമ്പോൾ ആ വലിയ പാറകൾ ആറുകളിൽ കാണാം. അങ്ങനെ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പമ്പയാറെന്ന് പറഞ്ഞാൽ ഈ പെരുന്തേനരുവിയൊക്കെ സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്ത് ഒരുപാട് പാറക്കെട്ടുകളാണ്. അപ്പൊ ആറുകളൊക്കെ എന്നുണ്ടായി അന്ന് തൊട്ട പാറകളുണ്ട്. ഒരുപാട് ജലം വെള്ളപ്പൊക്കെ കൊണ്ടായി പാറകളെ വന്നാഞ്ഞടിച്ചിട്ട് ആ പാറകളൊക്കെ കുരുക്കമില്ലാതിരിക്കുക.
അല്ലെ? എത്ര തിരമാലകൾ അടിച്ചാലും എത്ര ഒഴുക്കുകൾ വന്നാലും ഈ പാറയ്ക്കൊരു കുലുക്കമില്ലാതെ ആ പാറ അവിടെ ഇരിക്കുന്നത് പോലെ തന്നെ എന്നെ കേൾക്കുന്ന സ്നേഹിത, ക്രിസ്തുവാകുന്ന പാറമേൽ നീ അഭയം പ്രാപിക്കുകയാണെങ്കിൽ ഈ ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് തിരമാല പോലെയുള്ള പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നാലും, കൊടുങ്കാറ്റ് വന്നാലും, പേമാരി വന്നാലും, ദുരന്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ലോകത്ത് ദേശത്ത് സംഭവിച്ചാലും, ക്രിസ്തുവാകുന്ന പാറമേൽ നീ ഉറപ്പുള്ളവനാണെങ്കിൽ നിന്നെ കുലുക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. സാത്താൻ എത്ര പ്രബലനായിരുന്നാലും, അവൻ എന്തെല്ലാം തന്ത്രങ്ങൾ മെനഞ്ഞാലും, ക്രിസ്തുവാകുന്ന പാറയിലാണ് നീ അടിസ്ഥാനമെങ്കിൽ നിന്റെ സമാധാനത്തെ കെടുത്തുവാൻ കഴിയില്ല. അതുകൊണ്ട് കടലിന്റെ നടുവിലെ പാറയിൽ അല്ലെങ്കിൽ ഈ തിരമാലകൾ ആഞ്ഞടിച്ചിട്ടും ആ തിരമാലകൾക്ക് ആ പാറ ഇളക്കുവാനോ തവിട് പൊടിയാക്കുവാനോ കഴിയാത്തതുപോലെ ക്രിസ്തുവാകുന്ന പാറമേൽ നീ ഉറച്ചു നിൽക്കണം. അത് നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചീറ്റുന്നതിനെ കയറ്റി ക്രിസ്തു എന്ന പാറമേൽ നിർത്തിയെന്ന് നമ്മൾ 40 സംഘത്ത് വായിക്കുന്നത്. ക്രിസ്തു എന്ന പാറമേലാണോ നിന്റെ അടിസ്ഥാനം? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ കുടുംബം ചിന്ന ഭിന്നമായി കിടക്കുകയല്ലേ? ഓട്ടുകല ഉടഞ്ഞു കിടക്കുന്നത് പോലെ. ഓട്ടുകല ഉടഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ചില്ല് കഷ്ണങ്ങളായി മാറും. പിന്നെ അത് കൂട്ടി യോജിപ്പിക്കാൻ കഴിയത്തില്ല. എന്ത് പറഞ്ഞ പോലെ ഒരു മൺപാത്രം, ഓട്ടുകലം അല്ലെങ്കിൽ മണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം ഉടഞ്ഞു പോകുന്നത് പോലെ നിന്റെ കുടുംബം ഉടഞ്ഞ് തവിട്ടുപൊടിയായി കിടക്കുകയല്ലേ? ലേലിയ, നിനക്ക് സമാധാനമുണ്ടോ? എത്ര രാത്രിയായി നീ സമാധാനത്തോടെ ഉറങ്ങിയിട്ട്? സമാധാനത്തോടെ ജീവിതം നയിച്ചിട്ട് എത്ര കാലമായി? സമാധാനത്തോടെ നിനക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? സമാധാനത്തോടെ നിനക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ടോ? നിന്റെ ജോലി മേഖലയിൽ നിനക്ക് സമാധാനമുണ്ടോ? നിന്റെ ജീവിതം മുഴുവൻ അസമാധാനം കൊണ്ട് നിറയപ്പെട്ടതല്ലേ? എന്തുകൊണ്ടാണ്? നീ ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആത്മാവിന്റെ ഫലമായിരിക്കുന്ന സമാധാനം നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വസിച്ചാൽ, ഹല്ലേലൂയ, നീ എല്ലായിടത്തും സമാധാനമുള്ളവനായി മാറും. രക്തം ചെയ്യും. പ്രൈസറോ. അവിടെ എന്നെ കേൾക്കുന്ന സ്നേഹിത, നമ്മൾ സമാധാനമുള്ളവനായിരിക്കണം. ഹല്ലേലൂയ. ക്രിസ്തു നമ്മോട് കൂടെ ഇരിക്കണം. ഹല്ലേലൂയ. ഒരിക്കൽ യാക്കോബ്, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, അപ്പന്റെ അനുഗ്രഹവും വാങ്ങി ജ്യേഷ്ഠന്റെ അനുഗ്രഹവും ആമൻ ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്ത് താൻ വീട് വിട്ട് പോയ വഴിക്ക് ദൈവം സന്ദർശിച്ചു. ഹല്ലേലൂയ. ദൈവ സന്ദർശനം യാക്കോബ് ഒരു നേർച്ച നേർന്നു. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, യാക്കോബ് ഒരു നേർച്ച നേർന്നു. ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിന്റെ ആലയമാകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരുമെന്ന് യാക്കോബ് ഒരു നേർച്ച തരിക. യാക്കോബിന്റെ ജീവിതത്തിൽ സമാധാനമില്ല. അപ്പന്റെ അനുഗ്രഹം തട്ടിയെടുത്ത്, ജ്യേഷ്ഠാവകാശവും അനുഗ്രഹവും തട്ടിയെടുത്ത് യാത്ര പുറപ്പെട്ട് തന്റെ യാത്രയിൽ സമാധാനം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ സമാധാനം നഷ്ടപ്പെട്ട യാക്കോബ് ദൈവത്തിന് നേർച്ച നേർന്നതാണ്, എന്നെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി അയക്കണം. എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരം, ധരിപ്പാൻ വസ്ത്രം, കുടിപ്പാൻ വെള്ളം എല്ലാം തരണം ദൈവം. അങ്ങനെ ചെയ്താൽ ഞാൻ ഈ കല്ലെടുത്ത് തൂണാക്കി സ്ഥാപിച്ച സ്ഥാനത്ത് അത് നിന്റെ ആലയമായ പണിയും. ദൈവം എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നതാണ്. നമ്മൾ യാക്കോബിനെ പോലെ സമാധാനമില്ലാതെ അലയുന്നവനാണോ? യാക്കോബിനെ പോലെ സമാധാനമില്ലാത്ത അലയുന്ന അനുഭവമാണോ സഹോദരി നിന്റെ ജീവിതം? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുന്നത്, നീ ദൈവത്തിലേക്ക് മടങ്ങി വാ, സമാധാനം ഉണ്ടാക്കുന്നവനായി മാറണം. നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവനായിരിക്കണം എല്ലാ മേഖലയിലും. അല്ലെങ്കിൽ വഴക്കുണ്ടാക്കാൻ അനവധി ആളുകളുണ്ട്. അല്ലെങ്കിൽ ലോകത്തിൽ ആദ്യ സമാധാനം നഷ്ടപ്പെട്ടത് തന്നെ അല്ലെങ്കിൽ ആരാധനയുടെ പേരിലാണ്. ലോകത്തിൽ ആദ്യ സമാധാനം നഷ്ടപ്പെട്ടു തന്നെ ആരാധനയുടെ പേരിൽ. ആദ്യ മനുഷ്യനായിരുന്ന ആദമിനും ഹവ്വയ്ക്കും ഉണ്ടായ 2 പുത്രന്മാർ, കായീനും ഹാബേലും. അവർ രണ്ടുപേരും ഓരോ കൃഷിക്കാരാ. കായീൻ കൃഷി ചെയ്യുന്നവൻ, ഹാബേൽ മൃഗങ്ങൾ ആട് വളർത്തുന്നവൻ. രണ്ടുപേരും ദൈവത്തിന് യാഗം കഴിക്കാൻ ചെന്നു. കടിജോലികളിൽ ഒന്നിനെ കൊണ്ടുവന്ന് യാഗം കഴിച്ച ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. എന്നാൽ കൃഷിഫലങ്ങളിൽ നിന്ന് കൊണ്ടുപോയി യാഗം കഴിച്ച കായീൻ
കായിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാത്തതുകൊണ്ട് കായിന് തന്റെ അനുജനോട് കോപം തോന്നി അവനെ കൊന്നു കളഞ്ഞു. അന്ന് ആരാധന പേരിൽ ആ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട സമാധാനം ഇന്ന് ലോകമെമ്പാടും നിറഞ്ഞു നിൽക്കുകയാണ്. മതത്തിന്റെ പേരിൽ അന്ന് നഷ്ടപ്പെട്ട ആരാധനയിൽ അന്ന് നഷ്ടപ്പെട്ട സമാധാനം ഇന്നും നിലനിൽക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് സമാധാനം നഷ്ടപ്പെടുത്താൻ അനവധിയെ കായിന്റെ ശക്തികളുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. ചെയ്യും സമാധാനം ഉണ്ടാക്കുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. സമാധാനം നശിപ്പിക്കുന്നവരെ എവിടെയും കാണാൻ കഴിയും. സമാധാനം നശിപ്പിക്കുന്നവരെ എല്ലായിടത്തും കാണാൻ കഴിയും. പക്ഷെ നമ്മൾ അങ്ങനെ ആകരുത് കേട്ടോ. ഹല്ലേലൂയ. അത് ഞാൻ വായിച്ച വാർത്തയിലേക്ക് വരട്ടെ. യാക്കോബ് വീട് വിട്ടിറങ്ങി പാലായനം ചെയ്ത് ദൈവത്തിനെ യാത്ര ചെയ്ത് നേർച്ച നേർന്നു. അതിനുശേഷം 20 വർഷങ്ങൾ കഴിഞ്ഞ് യാക്കോബ് സമാധാനത്തോടു കൂടി തന്റെ സഹോദരനായ യേശാവിനെ കാണുവാൻ കർത്താവ് കൃപ ചെയ്തു. തന്റെ വഴിയില് യാത്രയില് താനൊരു നേർച്ച നേർന്നുകൊണ്ട് പിന്നീട് 20 വർഷങ്ങൾക്ക് ശേഷം തന്റെ ജ്യേഷ്ഠനായിരിക്കുന്ന യേശാവിന്റെ മുഖം കാണുവാൻ, സമാധാനത്തോടെ കാണുവാൻ വേണ്ടി ദൈവം കൃപ കൊടുത്തു. അത് ദൈവം തീർച്ചയായും നിങ്ങളുടെ കുടുംബത്തിനും സമാധാനം ഏർപ്പെടുത്തും. തകർന്നു കിടക്കുന്ന കുടുംബങ്ങളെ ഒത്തുചേർക്കുവാൻ ദൈവത്തിന് കഴിയും. തകർന്നു കിടക്കുന്ന കുടുംബങ്ങളെ ഒന്നിച്ച് പണിതെടുക്കാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. സമാധാനം ദൈവം ഏർപ്പെടുത്തി. യഹോവ എന്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കുമെന്ന് 29 സങ്കീർത്തനം 11 വാക്യം വായിക്കുന്നുണ്ട്. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കുമെന്ന് അവിടെ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അതേ സ്നേഹിത, നമ്മൾ ദൈവ സമാധാനം പകരുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ കൊടുങ്കാറ്റ് പോലെയുള്ള പ്രശ്നങ്ങൾ, ജലപ്രളയം പോലുള്ള പ്രശ്നങ്ങൾ, മഹാവ്യാധി പോലെയുള്ള പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ കടങ്ങൾ, കടക്കണികൾ, നിന്ദകൾ, അപമാനങ്ങൾ, പരിഹാസങ്ങൾ, വെല്ലുവിളികൾ, ഒറ്റപ്പെടുത്തലുകൾ ഒക്കെ വരുമ്പോൾ അവിടെയൊന്നും നീ പതറിപ്പോകാതെ ക്രിസ്തു എന്ന പാറമേൽ ഉറച്ചു നിന്നുകൊണ്ട് നീ സമാധാനമുള്ളവളായി തീരണം. മറ്റുള്ളവർക്ക് നീ ഒരു സമാധാനമായിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവർക്ക് സമാധാനമായിരിക്കണം. അതിന് നമുക്ക് സമാധാനം ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനം ഉണ്ടെങ്കിലേ ആ സമാധാനം മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. വായിച്ച വചനം എന്താണ്? സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. സമാധാനം നശിപ്പിക്കുന്നവർ ഭാഗ്യവാന്മാരല്ല, അവർ സാത്താന്റെ മക്കളാണ്. ഹല്ലേലൂയ. പിശാചിന്റെ മക്കളാണ്, ഇടച്ചു വരുന്നവരാ. എന്നാൽ ദൈവത്തിന്റെ മക്കളാരാണ്? സമാധാനം ഉണ്ടാക്കുന്നവരാ. ഇതുപോലെ എന്നെ കേൾക്കുന്ന മാതാപിതാ, നീ സമാധാനം ഉണ്ടാക്കുന്നവനായി മാറുവാൻ ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ സമാധാനത്തെ തിരിച്ചു കിട്ടുവാൻ ആത്മാവിന്റെ പരമായ സമാധാനം കർത്താവേ എനിക്ക് നൽകണമേ. എന്റെ കുടുംബത്തിൽ, ജീവിതത്തിൽ, ജോലി, യാത്രയിൽ, ഞാൻ കടന്നു പോകുന്ന എല്ലാ പ്രശ്നങ്ങളിലും സമാധാനം നൽകണമെന്ന് പറഞ്ഞ് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശോയ്ക്ക് പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ, ഭാരത, ലോക രാജ്യങ്ങൾ 800 കോടി ജനം, തലമുറകൾ എണ്ണത്തിൽ പെടാത്തവരെ ഓർക്കുന്നു കർത്താവേ. ജാതി, മുത, വർഗവർണ്ണ വ്യത്യാസം മുന്നോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന സകല ജനത്തെയും ശൈശവത്തിൽ, ബാല്യ, കൗമാരി, യൗവനത്തിലും വാർദ്ധക്യത്തിലും നിരാനും വൃത്തിരസന, യാച, റോഹണ, ചോട്ടൽ തടവറയിലായിരിക്കുന്ന എല്ലാ രാജ്യരാഷ്ട്ര തലവന്മാർ, എല്ലാ മത നേതാക്കന്മാർ, എല്ലാ ഭരണപ്രദേശ പാർട്ടികളെയും കർത്താവേ, സകല ജനങ്ങളും അധികമായ സ്ഥാനങ്ങളിലും ക്രമസമാധാനം പാലന മേഖലകളിലെല്ലാം സമാധാനം വീശുന്നവരെ തീരുമാനികൾ ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്നു. മനുഷ്യൻ തന്നിഷ്ടക്കാരനും തല്ലുകാരനും കർത്താവെ പ്രസംഷ്ടിക്കുന്ന ഏകാധിപതിയുമായി മാറാതെ സ്വന്തം മനുഷ്യൻ കർത്താവെ ദൈവിക സ്നേഹമുള്ള ആത്മാവിന്റെ വരമായ സ്നേഹത്താലും ജനം നിറയപ്പെടണം. കുടുംബജീവിതത്തിൽ ഭാര്യ, ഭർത്താക്കന്മാർ, അപ്പനും അമ്മയും, മക്കളും, മരുമക്കളും, കൊച്ചുമക്കളും, അമ്മായിയും, മരുമകളും, അയൽവാസികളും സാമിക്കകത്ത് ഇടയിലും വിശ്വാസികൾ തമ്മിൽ സമാധാനമുള്ളവരെ തീരുവാൻ ജോലി മേഖലയില്, എല്ലാ മേഖലയിലും കർത്താവ് സമാധാനം മനുഷ്യൻ നൽകണമേ. സമാധാനം നഷ്ടപ്പെട്ടു പോയി പലരും രോഗികളായി മരണത്തെ മുഖാമുഖം കണ്ടു കിടക്കുന്നുണ്ട്. അവരുടെ ഉള്ളിൽ സമാധാനം കൊടുത്ത് കർത്താവ് ആശ്വാസം കൊടുക്കണം. ഹിസ്കിയാവിന് മരിക്കത്ത
മരിക്കത്തക്ക രോഗം പിടിച്ചെങ്കിൽ ഇസ്കിയാവിന്റെ പ്രാർത്ഥനകളുടെ ആയുസിന്റെ 15 സർവീസിനും കൂട്ടിക്കൊടുത്തതുപോലെ ഈ മനുഷ്യന്റെ ഉള്ളിൽ സമാധാനം, തെറ്റുകൾ തിരുത്തി പാപബോധത്തിൽ വന്ന് മാനസാന്തരപ്പെട്ട് മടങ്ങിയിടുവാൻ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. ലോകമെമ്പാടുള്ള ദൈവമക്കളെ ദൈവദാസന്മാരെ ഓർക്കുന്നു. ക്രൈസ്തവ പീഡനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ വിശ്വാസികൾക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും കത്താൻ സൂക്ഷിക്കണമേ. ആത്മാവിന്റെ ഫലമായി സ്നേഹത്തം നിറയപ്പെട്ട് ഒന്നിച്ച് പ്രാർത്ഥനയ്ക്ക് മടങ്ങിയിരുവാൻ ജനത്തെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മുഖത്ത് എടുക്കണം യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.